ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമില്ലാത്ത, ദൈവ വഴിയിൽ കൂടെ അല്ലാത്തുള്ള യാത്ര, അവിടെ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ കൈവിട്ട് കളയും. എന്നേക്കുമായി കൈവിടുവല്ല. എപ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടടുക്കുവാൻ ഒരു മാറ്റം വരുമോ, അന്ന് മഹാകരുണയോടെ നിന്നെ ചേർത്ത് നിർത്തുന്നത്. നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. അവന്റെ കരുണ ഓരോ ദിവസവും അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ചില വിഷയത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എന്താണ് ദൈവം എന്നോട് കരുണ കാണിക്കാത്തത്? വേദപുസ്തകം പറയുക, കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്ന ദൈവമാകും. ദൈവം നിന്നോട് കരുണ തോന്നുമെന്നാണ് ഇന്നത്തെ സന്ദേശം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തു. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതായി തീർന്നാൽ ദൈവം മനുഷ്യനെ ചേർത്ത് പിടിക്കത്തില്ല. ദൈവം മനുഷ്യനെ കൈവിട്ട് കളയും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമില്ലാത്ത, ദൈവ വഴിയിൽ കൂടെ അല്ലാത്തുള്ള യാത്ര, അവിടെ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ കൈവിട്ട് കളയും. എന്നാൽ എന്നേക്കുമായി കൈവിടുവല്ല. എപ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടടുക്കുവാൻ ഒരു മാറ്റം വരുമോ, അന്ന് മഹാകരുണയോടെ നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവം. ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്നത്തെ മെസ്സേജ്. നീ കുറച്ചുനാള് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിന്റെ കാര്യത്തിൽ മൗനമായിരുന്നെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള കാലം അങ്ങനല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നെങ്കിൽ, ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നെങ്കിൽ, അവൻ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. മഹാകരുണയോടെ ചേർത്ത് പിടിക്കും. എനിക്ക് ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രബോധനം, ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അകന്നിരിക്കും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഹൃദയബന്ധമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം, ഞാൻ മടങ്ങി ദൈവത്തിലേക്ക് വരാൻ പോവുക. അപ്പോൾ നിന്റെ ലൈഫിൽ എന്ത് സംഭവിക്കും? മഹാകരുണയോടെ നിന്നെ കർത്താവ് ചേർത്ത് പിടിക്കും. നമുക്ക് പറയാം, കർത്താവേ, ഓരോ ദിവസവും നിന്റെ കൃപ അനുഭവിച്ച് മഹാകരുണയോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവരെ ചേർത്ത് നിർത്തി, ഹല്ലേലൂയ, അവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഉറപ്പ് തന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന കരം ചാരയുണ്ട്. ഗോഡ് ബ്ലസ്.